ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ലോകത്തിനു മുന്നിൽ വികസനത്തിന്റെ മാതൃക സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി വാരാണസിയിൽ തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര പരിഷ്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റെയ്സീന സംഭാഷണത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 യുഡിഎഫിനും 9 എൽഡിഎഫിനും വിജയം. എൻഡിഎ 3 സീറ്റ് നേടി. 2030ഓടെ ഇന്ത്യയുടെ ഓഹരി വിപണി മൂല്യം $10 ട്രില്യൺ ഉയരുമെന്ന് ജഫറീസ് റിപ്പോർട്ട്. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഇന്ത്യ ലോകത്തിനു മുന്നിൽ വികസനത്തിന്റെ മാതൃക സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാണ് മോദി സർക്കാർ നൽകുന്ന ഉറപ്പെന്നും വാരാണസിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവശക്തിയാണ് ഇന്ത്യയുടെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്കൃതം ഇന്ത്യയുടെ ആശയങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഭാഷയാണെന്നും ഇന്ത്യൻ സംസ്കാരത്തിന് സംസ്കൃത ഭാഷ ഏറെ സംഭാവനകൾ നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, हमारे ज्ञान, विज्ञान और आध्यात्म के उत्थान में जिन भाषाओं का सबसे बड़ा योगदान रहा है, संस्कृत उनमें सबसे प्रमुख है. भारत एक विचार है, संस्कृत उसकी प्रमुख अभिव्यक्ति है. भारत एक यात्रा है, संस्कृत उसके इतिहास का प्रमुख अध्याय है. भारत विविधता में एकता की भूमि है, संस्कृत उसका उद्गम है. इसलिए भारत की प्रतिष्ठा में संस्कृत की बड़ी भूमिका है. കാശി സൻസദ് ഗ്യാൻ പ്രതിയോഗിത, ഫോട്ടോഗ്രാഫി പ്രതിയോഗിത, സംസ്കൃത് പ്രതിയോഗിത എന്നിവയിലെ വിജയികൾക്കാണ് പ്രധാനമന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. വാരാണസിയിലെ സംസ്കൃത വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, സ്കോളർഷിപ്പുകൾ, സംഗീതോപകരണങ്ങൾ എന്നിവയും പ്രധാനമന്ത്രി വിതരണം ചെയ്തു. തുടർന്ന് സന്ത് ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷികാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. വാരാണസിയിൽ സന്ത് ഗുരു രവിദാസിന്റെ പ്രതിമയുടെ അനാച്ഛാദനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ തുടക്കം കുറിക്കും. ഖാർഖിയാങ് മേഖലയിലെ ഉത്തർപ്രദേശ് വ്യവസായ വികസന അതോറിറ്റിയുടെ വിവിധ വികസന പദ്ധതികളും ബനാസ് കാശി സങ്കുൽ പാൽ ഉൽപാദന കേന്ദ്രവും അദ്ദേഹം നാടിന് സമർപ്പിക്കും. കൂടാതെ നെയ്ത്തുകാർക്കുള്ള സിൽക്ക് ഫാബ്രിക് പ്രിന്റിംഗ് കോമൺ ഫെസിലിറ്റി സെന്റർ, ടൂറിസം, ആത്മീയ ടൂറിസം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വാരാണസിയിലെ മെഡിക്കൽ കോളേജിന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ തറക്കല്ലിടലും അദ്ദേഹം ഇന്ന് നിർവഹിക്കും. സിഗറ സ്പോർട്സ് സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ടത്തിന്റെയും ജില്ലാ റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ചിന്റെയും ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര പരിഷ്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റെയ്സീന സംഭാഷണത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മെക്സിക്കോ മോഡൽ, L69 മോഡൽ തുടങ്ങി വിവിധ മാതൃകകൾ ഐക്യരാഷ്ട്രസഭയുടെ പരിഷ്കരണത്തിനായി അവതരിപ്പിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. G7-ൽ നിന്നും G20യിലേക്ക് എത്തിയത് കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും വലിയ മാറ്റമാണെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ 3 ദിവസമായി തുടരുന്ന റെയ്സീന സംഭാഷണത്തിന് ഇന്ന് സമാപനമാവും. അവസാന ദിനമായ ഇന്ന് ബഹുസ്വരത, ആഗോള ഭരണനിർവഹണം, ഡിജിറ്റൽ അവകാശങ്ങൾ, സുരക്ഷ, നവീകരണം എന്നീ വിഷയങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനാ മേധാവി VR ചൌധരി, കാനഡയുടെ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ, നേപ്പാൾ വിദേശകാര്യമന്ത്രി നാരായൺ പ്രകാശ് സൌദ് തുടങ്ങി നിരവധി പ്രമുഖർ ഇന്ന് വിവിധ സെഷനുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. രാഷ്ട്രത്തലവന്മാർ, മന്ത്രിമാർ, സൈനിക മേധാവികൾ, അക്കാദമിക വിദഗ്ധർ തുടങ്ങി 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റെയ്സീന സംഭാഷണത്തിൽ പങ്കെടുത്തിരുന്നു. 2030ഓടെ ഇന്ത്യയുടെ ഓഹരി വിപണി മൂല്യം $10 ട്രില്യൺ ഉയരുമെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള നിക്ഷേപ ഉപദേശക സ്ഥാപനമായ ജഫറീസ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം $5 ട്രില്യൺ സാധ്യതയുണ്ടെന്നും ജഫറീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നടപ്പാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങളാണ് ഇതിന് വഴിയൊരുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ഓഹരി വിപണിയും വികസനത്തിന്റെ പാതയിലാണെന്നും
അടുത്ത 5 മുതൽ 7 വർഷം വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ വിപണികൾ ആകർഷകമായ വളർച്ച തുടരുമെന്നും ജെഫറീസ് ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരം സന്ദർശിക്കും. VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. മറ്റന്നാൾ നടക്കുന്ന പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരം ഉത്സവ ലഹരിയിലാണ്. പൊങ്കാല ഉത്സവത്തിന്റെ 7ാം ദിനമായ ഇന്നും ദർശനത്തിനായി ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിലും പരിസരത്തും അനുഭവപ്പെടുന്നത്. മറ്റന്നാളാണ് പൊങ്കാലയെങ്കിലും ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഭക്തർ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സർക്കാർ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം, ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ വൈദ്യസഹായത്തിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിയവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 കോൺഗ്രസും 9 LDFും 3 BJPയും 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. തിരുവനന്തപുരം വെള്ളാർ കോർപ്പറേഷൻ വാർഡ് BJPയിൽ നിന്നും LDF പിടിച്ചെടുത്തു. മട്ടന്നൂർ നഗരസഭയിൽ BJP അക്കൌണ്ട് തുറന്നു. ഒറ്റശേഖരമംഗലം കുന്നനാട് വാർഡിൽ LDFും പൂവച്ചൽ കോവിൽവിളയിൽ NDAയും വിജയിച്ചു. പഴയ കുന്നുമ്മൽ, ചടയമംഗലം പഞ്ചായത്ത് വാർഡുകളിൽ LDFിനാണ് വിജയം. നാരങ്ങാനത്ത് UDFും വെളിയനാട് NDAയും വിജയം നേടി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിൽ UDFിനാണ് വിജയം. കായംകുളത്ത് KSRTC ബസിന് തീപിടിച്ചു. കായംകുളം MSM കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോയ ബസിനാണ് തീപിടിച്ചത്. ബസ് പൂർണ്ണമായി കത്തിനശിച്ചു. തീ പടരും മുൻപ് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല. ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മധ്യഭാഗത്തും പുറകിലും തീ ആളിപ്പടരുകയായിരുന്നു. ബസിന്റെ ഡീസൽ ടാങ്ക് ചോർന്നതാണ് അപകട കാരണമെന്നാണ് നിഗമനം. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കായി 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ സംവിധാനം ആരംഭിച്ച് ദുബായ്. സാമ്പത്തിക സഹകരണം, വിനോദസഞ്ചാരം, വ്യാപാരം എന്നിവയുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ടാണ് നടപടി. 90 ദിവസത്തെ താമസം അനുവദിക്കുന്ന വിസ അപേക്ഷിച്ച് 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വിനോദസഞ്ചാരികൾക്ക് അനുവദിക്കും. എന്നാൽ 1 വർഷം പരമാവധി 180 ദിവസം മാത്രമായിരിക്കും താമസം അനുവദിക്കുക. NCP മുൻ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിച്ചു. പരമ്പരാഗത വാദ്യോപകരണമായ കുഴൽ ഊതുന്ന മനുഷ്യനാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. അജിത് പവാറും മറ്റ് 8 MLAമാരും ഏകനാഥ് ഷിൻഡെ സർക്കാരിൽ ചേർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ NCP പിളർന്നിരുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ യഥാർത്ഥ NCPയായി പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ പേരും ക്ലോക്ക് ചിഹ്നവും അജിത് പവാർ വിഭാഗത്തിന് നൽകിയിരുന്നു. രാജ്യത്തെ ധാതു ഉൽപാദനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023 ഡിസംബറിൽ 5.1% വർദ്ധിച്ചതായി കേന്ദ്ര ഖനി മന്ത്രാലയം. 2023-24 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ധാതു ഉൽപാദനത്തിന്റെ സഞ്ചിത വളർച്ച 8.5%. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റിന് 138 റൺസ് എന്ന നിലയിലാണ്. രാവിലെ 9:30-നാണ് കളി ആരംഭിച്ചത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുൻപിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ലോകത്തിനു മുന്നിൽ വികസനത്തിന്റെ മാതൃക സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി വാരാണസിയിൽ തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര പരിഷ്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റെയ്സീന സംഭാഷണത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 UDFനും 9 LDFനും വിജയം. NDA 3 സീറ്റ് നേടി. 2030 ഇന്ത്യയുടെ ഓഹരി വിപണി മൂല്യം $10 ട്രില്യൺ ഉയരുമെന്ന് ജെഫറീസ് റിപ്പോർട്ട്. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.